ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ മാറ്റി ഒരുങ്ങി നിൽക്കുന്നത് ഒരിടം വരെ പോകാനാണ്. അതിന് മുമ്പായിട്ട് ഒരാൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ മുതലേ ഈ കുട്ടീൻ്റെ പുറകെ നടക്കുകയാണ്. ഇതാ ഈ ഒരു പച്ച കല്ലും കൊണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തോ പുള്ളിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതെന്താ പറയാനുണ്ട് എന്ന് കേട്ടു നോക്ക്, എന്നിട്ട് ബാക്കി പറയാം. എന്തൊരു ഷെല്ല്? അതാണ് എനിക്കുണ്ടല്ലോ കിട്ടിയതാ. ഇതാണെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ മിറാക്കിൾ ഷെല്ലെന്ന് കാണിച്ചത്. മതി. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം പറയാം. എല്ലാവരും റെഡിയായിട്ട് ഹാജരായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭായിമാരിൽ ഒരാളെ. പുള്ളിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ട്രീറ്റാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ നോമ്പിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജസ്റ്റ് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആഘോഷിച്ചു കേട്ടോ. അപ്പം പുറത്ത് പോകാൻ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും നോമ്പായതുകൊണ്ട് ആർക്കും അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. പുറത്ത് പോയി നോമ്പിൻ്റെ ഇടയ്ക്ക് നോമ്പൊക്കെ മുറിച്ചിട്ട് പുറത്ത് പോയി കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കാരണം ഇവർ ഇലക്ഷൻ്റെയൊക്കെ ഇത് പ്രമാണിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം തന്നെ ഫിക്സ് ചെയ്തിട്ട് പോകുവാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. ഒരു 6:45 ഇറങ്ങണമെന്നായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. സാധാരണ ഫിക്സ് ചെയ്ത സമയത്ത് പോയൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്രാവശ്യം ഫിക്സ് ചെയ്തതിനേക്കാളും മുമ്പേ ആണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. 6:45 മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പള്ളി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. റീസെൻ്റ്ലി ഇത് പുതുക്കിയിട്ടുള്ള ഒരു പള്ളിയാണ്, കുറച്ച് ഫേമസ് ആയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഹോം ടൗൺ എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കായാലും ഏറ്റവും അടുത്ത് കിടക്കുന്ന ടൗണും കരുനാഗപ്പള്ളി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കരുനാഗപ്പള്ളി റീച്ച് ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായി. അവർക്ക് മെയിനായിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം അവിടെ ഒരു ടെക്സ്റ്റൈൽസിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയ ടൈമിൽ ഞാനും മോളുമായിട്ട് വേറെ അതിൻ്റെ തന്നെ അടുത്തൊരു ഫാൻസി ഷോപ്പിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കയറിയതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഭായിമാരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ മേടിക്കാനാണ്. അപ്പോൾ ആദ്യം ഞാൻ വല്ല ടോയ്സും വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കയറിയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ആകെ മാറി. ഇപ്പം രണ്ടും പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകുന്ന എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഫാൻസി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് കരുനാഗപ്പള്ളിയിൽ ഒരുപാട് വർഷം കൊണ്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് സ്ഥിരം വന്നിരുന്നൊരു ഷോപ്പാണ്. ഇവിടെ ഇപ്പോൾ കളക്ഷൻസൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എല്ലാം വാങ്ങിക്കാൻ പറ്റും. എന്നാൽ പ്രൈസ് കൂടിയ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതേപോലെ നല്ല നല്ല ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് മറ്റു ഫാൻസി ഐറ്റംസിനോട് വലിയ താല്പര്യമില്ലെങ്കിലും എനിക്ക് ഇയറിങ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇയറിങ്സിൻ്റെ ഒരു കളക്ഷൻ കണ്ടാൽ ഞാൻ എന്തായാലും ഒന്ന് നോക്കും. അപ്പോൾ നല്ല ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പൊതുവേ എല്ലായിടത്തും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ് ഈ ലേഡീസൊക്കെ ഷോപ്പിങ്ങിനായാലും ഡ്രസ്സ് എടുക്കാനായാലും ഇതേപോലെ ഫാൻസി സ്റ്റോറിലൊക്കെ ആയാലും കയറിയാൽ ഒരുപാട് ടൈം എടുക്കുമെന്ന്. പക്ഷേ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിൽ ആകെപ്പാട് കൺഫ്യൂഷനാവും. അപ്പോൾ പിന്നെ സെലക്ട് ചെയ്യാനൊക്കെ ലേറ്റായെന്നൊക്കെ വരും. എന്തായാലും ഇപ്രാവശ്യം ആ ഒരു പരാതി ഒഴിവാക്കാനായിട്ട് അവർ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മുമ്പ് തന്നെ ഇറങ്ങാനായിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ കുട്ടികൾക്കുള്ള ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയിരൂന് ലോട്ടറി അടിച്ച കണക്കാണ്. അവൾ ഒരുപാട് നാളായിട്ട് തെരഞ്ഞു നടന്നൊരു സംഭവം ഇവിടുന്ന് കിട്ടിയട്ടോ. ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അവൾ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു കഫ് ബാംഗിൾസ്. അപ്പോൾ അത് കാണുമ്പോഴേ പറയും എനിക്ക് ഇതേപോലെ ഒരെണ്ണം വാങ്ങി തരണമെന്ന്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇത് വലിയ സൈസാണ്. അപ്പോൾ ആളൊന്ന് ഡൗൺ ആയി. ഇത് വാങ്ങിച്ചാലും ഇടാൻ പറ്റത്തില്ല, വലിയ സൈസാണല്ലോ, ചെറിയ സൈസ് ഇല്ല എന്ന് കരുതി. ഞാൻ അതിൽ തന്നെ അതിൻ്റെ ചെറിയ സൈസ് നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ട് അവിടെ സെയിൽസിൽ നിന്നിരുന്ന ഒരു ചേച്ചി എടുത്ത് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇതേപോലെ പറഞ്ഞു ഇത് അഡ്ജസ്റ്റബിൾ ആണ്, കൊച്ചു കുട്ടികൾക്കും ഈ സെയിം സൈസ് തന്നെ മതി, അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും, ഇതേപോലെ പ്രസ് ചെയ്ത് ചെറുതാക്കിയാൽ കുട്ടികൾക്ക് വരെ ഇടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് കേട്ടോ ആയിരൂനൊന്ന് ഹാപ്പി ആയത്.
മോളിത് ഏതോ റീൽസിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. പക്ഷേ സൈസ് ഇഷ്യൂ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓൺലൈനിലും ഇത് ഓർഡർ ചെയ്യാനൊന്നും മടിച്ചിരുന്നു. എന്തായാലും അവിടെ ലക്കിന് അത് അവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ ഇതേപോലെ ഇവിടെ ഏറ്റവും അധികമായിട്ടുള്ളത് ഈ ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ എല്ലാ സ്ക്രഞ്ചീസ് അതേപോലെ ബോസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ടും കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഹെയർ ആക്സസറീസ് ആയിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സുകൾ. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കിത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് അത് പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും അവരത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഈ ഇവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്. സംഭവം നമ്മൾ വാങ്ങിക്കാൻ വന്നത് വേറെ 2 കുട്ടികൾക്കാണെങ്കിലും പുള്ളിക്കാരത്തേക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് വേണ്ട 1-2 ഐറ്റംസ് അവളും എടുത്തു കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ എപ്പോഴും ഐറോന് വാങ്ങിക്കാറുള്ളതാണ്. ആ ഒരു റബ്ബർ ബാൻഡ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. പല രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കുട്ടികൾക്ക്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇവിടെ. അത് ഞാൻ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അത് ക്വാണ്ടിറ്റി തോനെ ഉള്ളതുകൊണ്ട് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ കുറേ ഹെയർ ബോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പൊട്ടിപ്പോകുമോ എന്നുള്ള ഡൗട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അല്ലാതെ സേഫായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴായാലും സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചു. ഇവിടെ മേടവിഷു ഒക്കെ അടുപ്പിച്ച് അവിടുത്തെ കൗണ്ടറിൽ ഇതേപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ അതേപോലെ കണിക്കൊന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് കണിക്കൊന്നയൊക്കെ ഇപ്പോൾ ഒരു 3-4-5 കൊല്ലം കൊണ്ടാണ് കേട്ടോ വിപണിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മുമ്പൊക്കെ വിഷുവിൻ്റെ തലേ ദിവസം നമ്മുടെ ഒറിജിനൽ കണിക്കൊന്ന എല്ലാ കടകളിലും ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കഴിഞ്ഞപ്പോഴും അവരുടെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റൈൽസിലേക്ക് ചെന്നു. അവർ ജെൻസിൻ്റെ സെക്ഷനിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മേളിലേക്ക് കയറി ചെന്നു കേട്ടോ. ജെൻസ് വെയർ ഒക്കെ 3rd ഫ്ലോറിലാണ്. അപ്പോൾ 2nd ഫ്ലോറിൽ താണ്ട് ഇവിടെ നല്ല ബേബി ഗേൾസിനുള്ള ഡ്രസ്സൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ മേലേക്ക് ചെന്നപ്പോഴത്തേക്കും ഏകദേശം അവരുടെ ഷോപ്പിംഗ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ആഡാക്കിയിട്ടുള്ള ഈ വീഡിയോസ് ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടുള്ളതല്ല കേട്ടോ. ഇതൊക്കെ ഇവർ ഷോപ്പിങ്ങിന് ചെന്ന ടൈമിൽ മോൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ലാഗാണ്, കുറച്ച് ക്ലിയർ അല്ലാതെ പോലൊക്കെ ഉണ്ട്, കുറച്ച് എന്താ പറയുക, കുറച്ച് ഷേക്കായിട്ട് ക്യാമറ ഷേക്കായിട്ട് വ്യക്തമല്ലാത്ത രീതിയിലൊക്കെ ഉണ്ട്. കാരണം പിന്നെ അവൻ എടുത്ത എഫർട്ടിന് ഞാൻ വാല്യൂ ചെയ്യണമല്ലോ എന്ന് കരുതി ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു, ബില്ലൊക്കെ അടിച്ചിട്ട് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നൊരു കാര്യം ഈ ഷോപ്പിൽ വന്നിട്ടുള്ള കുറച്ച് പേർക്ക് മനസ്സിലാകും കേട്ടോ. നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് മറ്റ് കവറുകൾ കാര്യങ്ങൾ അവരവിടെ കൗണ്ടറിൽ മേടിച്ച് വെക്കും കേട്ടോ. എനിക്ക് അകത്തേക്ക് കയറിയിട്ട് വേറെ പർച്ചേസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയപ്പോൾ എൻ്റെ ബാഗ് മറ്റ് മുമ്പത്തെ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ച് ടോക്കണൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ മേളിലേക്ക് കയറിപ്പോയത്. മറ്റ് കടകളിലൊന്നും ഈ ഒരു സിസ്റ്റം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവം മാത്രമേ എനിക്കിവിടെ കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ബാക്കി കളക്ഷൻസും അതേപോലെ റേറ്റും കാര്യങ്ങളും എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ആ ഒരു നെഗറ്റീവ് മാത്രമാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഷോപ്പിൽ വരുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ കരുനാഗപ്പള്ളി വരുമ്പോൾ ഏത് വഴി പോയാലും എവിടെ എത്തും എന്നുള്ളതിനൊക്കെ ഒരു തിട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ റോഡൊക്കെ ആകെ മാറിയുണ്ട്. കുറേ ദൂരം പോയിട്ട് വേണം ഒരു യു-ടേൺ എടുക്കണമെങ്കിൽ തന്നെ. പിന്നെ അത് മാത്രമല്ല ഈ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ. കാരണം നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ വിളക്കെടുപ്പ് ദിവസം കൂടിയായിരുന്നു ഇന്ന്. പുരുഷന്മാരൊക്കെ സ്ത്രീവേഷം കിട്ടിയിട്ട് വിളക്കെടുക്കുന്ന ദിവസം, ആ ഒരു സംഭവം ഇന്നത്തെ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളി ഒട്ടുമിക്ക ഹോട്ടലുകളും ഇപ്പോൾ അവധിയാണ് കേട്ടോ. ഇപ്പോൾ ഗ്യാസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾ സംശയത്തിലാണ് ഈ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് വന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ്. നമ്മുടെ കരുനാഗപ്പള്ളി പള്ളിയുടെ അടുത്തായിട്ടുള്ള അൽഷേബ കുഴിമന്തി, അവിടെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളുമാണ്, നല്ല സർവീസും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ.
ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് ചെയറും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടേക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കാണില്ല എന്നൊക്കെ. പക്ഷേ മേളിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 8 പേരുള്ളതുകൊണ്ട് ചെയറൊക്കെ ഞങ്ങൾ തന്നെ ഒന്ന് അടുപ്പിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് ഈ ഒരു രീതിയിലല്ലായിരുന്നു. കുറച്ച് ഡിമ്മായിട്ടുള്ള ലൈറ്റിങ് സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് നല്ല വെട്ടമൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മന്തി കഴിക്കാൻ കയറിയിട്ട് എന്ത് കഴിക്കും എന്നുള്ള ചർച്ച നടക്കുകയാണ്. ചിക്കൻ മന്തി നോർമൽ ഒന്നും അൽഫാം അരയും മേടിക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കി കേട്ടോ. എനിക്ക് വലിയ മസാലയൊന്നും ഇല്ലാത്ത നോർമൽ ചിക്കൻ മന്തിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ബീഫ് മന്തിയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. പക്ഷേ അപ്പോൾ ഇവിടെ ബീഫ് മന്തി ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ചിക്കൻ മന്തി തന്നെയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ മന്തിയും അൽഫാം മന്തിയാണൊക്കെ ഓർഡർ ചെയ്തത്. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചൊന്ന് ഡിലേ ആവുമെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ ഒരാളുടെ വിശേഷങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങൾ പറയാണ്. വളഞ്ഞിട്ടങ്ങിടിച്ചെന്ന് 2 ആൺപിള്ളേരെ വന്ന് കിടന്ന് കമന്ന് കരയാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് വന്ന് ഓടിക്കറി വ്യാഗം എടുത്ത് കളഞ്ഞിട്ട് കമന്ന് കട്ടിലേ കിടന്ന് കരഞ്ഞു. സംഭവം വേറൊന്നുമല്ല, ഇന്ന് സ്കൂളിൽ വെച്ചുണ്ടായ പെൺപിള്ളേരും ആൺപിള്ളേരും തമ്മിലുണ്ടായ ചെറിയൊരു ഉടക്കിൻ്റെയും കാര്യം പറയാണ്. അപ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് നിന്നത്. കാരണം നമ്മുടെ വീട്ടിലെ 2 അംഗങ്ങളും ഈ അടി ഉണ്ടാക്കിയ ഗ്രൂപ്പിലും അടി കൊണ്ട ഗ്രൂപ്പിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗവും പറയാനുള്ള വോയിസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് സ്കൂളിൽ തന്നെ ഡീലായെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആ സംസാരങ്ങളൊക്കെ നടന്നിരുന്ന സമയത്താണ് ഫുഡൊക്കെ വന്നേ. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാനും ക്യാമറ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ട് വീഡിയോയും ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ടോ. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ്. അതേപോലെ അൺലിമിറ്റഡ് ആണ്. ബീഫ് മന്തി കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ചിലരുടെയൊക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവനെ വെയിറ്റ് ചെയ്തിരുന്നു. അവൻ കഴിച്ച് തീരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നു. ഹെവിയായിട്ട് എന്തെങ്കിലും കഴിച്ച് എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. അപ്പോൾ അതും കുറച്ചേ കുടിച്ചോളൂ കേട്ടോ. ത്രോട്ടിന് കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ട് ഞാൻ ബാക്കിയും കൊടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾ വരാൻ തുടങ്ങി കേട്ടോ ഹോട്ടലിലേക്ക്. ഇപ്പോൾ ഗ്യാസിൻ്റെ പരിമിതി കൊണ്ട് ഹോട്ടലിലെ മെനു ഒക്കെ വെട്ടിക്കുറച്ചതുകൊണ്ടും ഹോട്ടലുകൾ മിക്കതിലും ആളുകൾ കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല തുറക്കുന്ന ഹോട്ടലുകളിലെല്ലാം അത്യാവശ്യം നല്ല റഷാണ് കേട്ടോ. സെക്കൻഡ് താജ്മഹൽ. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി പള്ളിയുടെ മുമ്പിലൂടെ പാസ് ചെയ്തപ്പോൾ അവർ പറയാണ് സെക്കൻഡ് താജ്മഹലാണെന്ന്. അവർക്കിത് സെക്കൻഡ് താജ്മഹലാണ് നമ്മുടെ കരുനാഗപ്പള്ളി പള്ളി. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല നൈറ്റ് വ്യൂവിൽ അടിപൊളിയായിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.